ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ബീട്രൂട്ട് പുലാവാണ് കേട്ടോ. അത് എങ്ങനെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മുടെ വീഡിയോസിലെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് എല്ലാം ഞാൻ നെയ്യിലാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതല്ലേ, ഹെൽത്തി ആയി തന്നെ ഇരുന്നോട്ടെ. അപ്പൊ അതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 3-4 ഗ്രാമ്പ്, ഒരു 3 ഏലക്ക, ഇത്രയും കൂടെ ഇട്ട് അതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ക്യൂബുകളായിട്ട് ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആ നെയ്യിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാമേ. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതേ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബീട്രൂട്ടൊക്കെ മധുരവും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല അല്ലേ. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഒരു 2 മിനിറ്റ് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. 1/2 കപ്പ് നോർമൽ വാട്ടർ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദാ നമ്മുടെ വെള്ളമെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം ഞാൻ ഇതിലേക്ക് 1 കപ്പ് ബസുമതി റൈസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്ത് കഴുകി റെഡിയാക്കി 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. കുതിർത്ത് വെച്ചതിന് ശേഷമുള്ള നമ്മുടെ ബസുമതി റൈസ് ആണ്. അതും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിക്കണം കേട്ടോ. 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി, കണ്ടല്ലോ നമ്മളെ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്. ബീട്രൂട്ടും എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ കിസ്മിസും കാഷ്യൂ നട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിടാമേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ടും കൂടെ ഇട്ട് ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പുലാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവരെല്ലാം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. നെയ്യും നമ്മുടെ കാഷ്യൂ നട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കണം കേട്ടോ. മുൻപോട്ട് ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.